റോഡിൽ ഏതെങ്കിലും ഓട റെഡിയാക്കാൻ വേണ്ടി വന്നതാകുന്ന ഒരു ആന്ധ്ര പെണ്ണല്ല, UP പെണ്ണല്ല. അവിടെ ചിലപ്പോൾ വാവാന്ന് വിളിച്ച് നമ്മൾ പോകുമെന്ന് പറയും. ഇത് നല്ല കുടുംബ മഹിമയുള്ള, നല്ല കുലമഹിമയുള്ള ഒരു പെണ്ണ്, തറവാടിത്തമുള്ളൊരു പെണ്ണ്. അവള് നമ്മളെ ക്ഷണിക്കാൻ, വാടാ എല്ലാവിധ സൗകര്യത്തോടുകൂടി നിനക്ക് ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സൗകര്യമെല്ലാം ചെയ്തു തരുമ്പോ ഞാൻ റബ്ബിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിറകോട്ട് മാറുന്നവൻ അർശിന്റെ തണൽ ഉറപ്പായിട്ടുമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ പറയുന്നതിനാ. ഈ കാലഘട്ടം അത്രമേൽ അശ്ലീലത നിറഞ്ഞ കാലഘട്ടം. ഞങ്ങളൊന്നും വ്യഭിചരിക്കുന്നില്ല എന്ന് പറഞ്ഞു നടക്കുന്നവരിൽ മിക്കവരും കണ്ടുകൊണ്ട് വിചരിക്കുന്നവരാണ്. അന്യ പെണ്ണിന്റെ പുക്കിൾ കുഴി, അവളുടെ ശരീരത്തിന്റെ ആകാര സൂക്ഷ്മവും അവരുടെ അംഗലാവണ്യം കണ്ടുകൊണ്ട് രസിക്കുകയും അതിൽ സായുജ്യമണിയും അത് കാണാൻ കൊതിക്കുകയും അതിലേക്ക് ഊളിയിട്ട് നോക്കുകയും ചെയ്യുന്നവരാണ്. ഞങ്ങളൊരു പുരുഷനിലേക്ക് നോക്കുന്നില്ല എന്ന് പറയുന്ന സഹോദരിമാരുൾപ്പെടെ അന്യപുരുഷന്റെ സൗന്ദര്യം ആകർഷിക്കാനും താല്പര്യപ്പെടുന്നവരാണ്. അതുകൊണ്ടാണല്ലോ ഈ സിനിമയും സീരിയലും ഒക്കെ കാണുന്നത്. തന്റെ ഇച്ഛായക്കാലം, തന്റെ ഇക്കയക്കാലം സൗന്ദര്യമുള്ളതാകുന്ന കാമുകൻ 3-4 മണിക്കൂർ ബ്യൂട്ടി പാർലറിൽ പോയിരുന്നിട്ടാണ് ഈ മേക്കപ്പ് ചെയ്തെന്നുള്ള കാര്യം അവൾ വിശ്വസിക്കുന്നില്ല, ചിന്തിക്കുന്നുമില്ല. ഒരു മേക്കപ്പ് ചെയ്യാത്ത നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നീ ഇഷ്ടപ്പെട്ടോളി. ആ ഭർത്താവിനെ മറന്നിട്ട് അന്യപുരുഷന്റെ പുറകെ നീ പോകണ്ട. അവന്റെ സൗന്ദര്യം കണ്ട് വലിയ ആഹ്ലാദിക്കണ്ട. കാമുകനെ കാണുന്നു, സിനിമാ നടന്മാരെ കാണുന്നു, അവരെ കണ്ടിട്ട് എന്തൊരു വലിയ സൗന്ദര്യം എന്ന് പറഞ്ഞ് അവരിലേക്ക് നീ ആകൃഷ്ടയായിട്ട് നിന്റെ നോട്ടമുണ്ടല്ലോ, ഹറാം. അതാണ് നോട്ടം തന്നെ ഹറാമാണ്. അതാണ് ദീൻ. പരിശുദ്ധ ദീൻ അതാണ് പറയുന്നത്. ഒരു നോട്ടം കൊണ്ട് തന്നെ നീ കുറ്റക്കാരിയാകും. പിന്നല്ലേ അവരോടൊപ്പം തുള്ളൽ, അവരോടൊപ്പം നീ കുഴഞ്ഞാടൽ. അതൊന്നും ഇവിടെ ചർച്ചയല്ല. നോട്ടം തന്നെ പാടില്ല എന്ന് പഠിപ്പിച്ചു പരിശുദ്ധ ദീൻ. എന്തിനു വേണ്ടി? നിന്റെ സുരക്ഷിതത്തിന് വേണ്ടി, നിന്റെ സുരക്ഷിതത്തിന് വേണ്ടിയാണ്. എത്രയോ സംഭവങ്ങൾ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സലാസു അയ്യുൻ ലാ തുറാ അയ്യുനുഹുമുൻ നാർ, ലാ തുറാ അയ്യുനുഹുമുൻ നാർ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, സ്വഹാബാ 3 കൂട്ടർ നരകത്തിൽ കടക്കൂല സ്വഹാബ. നരകം കണ്ണുകൊണ്ട് കാണുകയില്ല സ്വഹാബ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതിലൊന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ഐനുൻ ഹല്ലത്ത് അൻ മഹാരിമില്ലാഹ്. ഈ ദുനിയാവിൽ ഹറാമ കാണാത്ത പെണ്ണാണ്, ഹറാമ കാണാത്ത കണ്ണാണ്. ഒരു സീരിയൽ പോലും ദർശിക്കാത്ത കണ്ണുകളുണ്ടോ? സിനിമ പോലും കാണാത്ത കണ്ണുകളുണ്ടോ? അവർ തീർച്ചയായും നാളെ സ്വർഗമാണ്, സ്വർഗമാ, നരകത്തിൽ കടക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഉസ്താദേ, ഞങ്ങൾ സിനിമ കണ്ടുപോയല്ലോ, സീരിയൽ കണ്ടുപോയല്ലോ, അന്യ പെണ്ണിനെ നോക്കിപ്പോയല്ലോ, അന്യ പുരുഷനെ ദർശിച്ചു പോയല്ലോ. എന്നാൽ പെണ്ണേ, പുരുഷ, നീ തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. അല്ലാഹുവേ, പടച്ചറപ്പേ, ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് ഹറാമ കണ്ടുപോയി അല്ലാ. ഹറാമുകൾ എന്റെ ഹൃദയം കൊണ്ട് ചിന്തിച്ചു പോയി റബ്ബേ. എന്റെ കാതുകൊണ്ട് ഹറാമായ ഭാഷണങ്ങൾ കേട്ടുപോയി അല്ലാ. ഇനി ഒരിക്കലും അത്തരത്തിലേക്ക് ഞാൻ പോകുകയില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സദസ്സിലേക്ക് നീ തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. ഹബീബായ നബി തങ്ങളെ പഠിപ്പിക്കുകയാണ്, 3 കൂട്ടർ നാളെ നരകം കാണുകയില്ലത്രേ, നരകത്തിൽ പ്രവേശിക്കുകയില്ലത്രേ. അതിലാദ്യമായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് ഐനുൻ ഹല്ലത്ത് അൻ മഹാരിമില്ലാഹ്. ഹറാമ കാണാത്ത കണ്ണാണ്, കണ്ണാണ്. ദുനിയാവിൽ അന്യ പെണ്ണിലേക്ക് ഹറാമായ നോട്ടം നോക്കാത്ത പുരുഷന്റെ കണ്ണുകളുണ്ടോ? കണ്ണുകളുണ്ടോ? അന്യ സ്ത്രീയിലേക്ക് നോക്കാത്ത പുരുഷന്റെ കണ്ണുകളുണ്ടോ? അന്യ പുരുഷനിലേക്ക് നോക്കാത്ത സ്ത്രീയുടെ കണ്ണുകളുണ്ടോ? അവർ തീർച്ചയായും നരകീയ മുക്തരാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. നരകത്തിൽ നിന്ന് മോചനം ഒന്ന് ഏതാണ്? ഹറാം ജീവിതത്തിൽ കാണാത്ത കണ്ണുള്ളവർ. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. 2 വളരെ ശ്രദ്ധിക്കണം. ഖുർആനും ഹദീസും ഓതിയിട്ട് ഇങ്ങനെ പോവാൻ വളരെ ശ്രദ്ധിക്കണം. നല്ലതുപോലെ ശ്രദ്ധിക്കുന്നവർക്ക് ഉപകാരപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. 2 മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു,
നരകത്തിൽ പ്രവേശിക്കാത്ത ആളുകൾ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഉറക്കമൊഴിച്ചതായ കണ്ണുകൾ ഏതൊരു വ്യക്തിക്കുണ്ടോ, ബേക്കൽ മഖാം ഉറൂസോടനുബന്ധിച്ച് ദിവസങ്ങളോളം ഉറക്കമൊഴിക്കുന്നവരെ, പാതിരാത്രി സമയത്ത് വാത് കേൾക്കുന്നവരെ, സന്തോഷിക്കണേ സന്തോഷിക്കണേ. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലക്ക് മീതെ കൊണ്ടുവന്ന് കത്തിയാളുന്ന നരകത്തെ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമ്പോ നിനക്ക് പറയാ സാധിക്കണമല്ലാ, ഞാൻ എന്റെ പാതിരാത്രി കേൾക്കാൻ എന്റെ കാതുകൾ ഉറക്കമൊഴിച്ചതാണ് റബ്ബേ, എന്റെ കണ്ണുകൾ ഉറക്കമൊഴിച്ചതാണ് അല്ലാ. ഞങ്ങൾ ഉറക്കമൊഴിച്ചത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചതായ കണ്ണുകളുണ്ടോ, പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് ദിക്ർ മോചനം കിട്ടുന്ന മൂന്നാമത്തെ കൂട്ടരാരെന്നറിയുമോ? 12 മണിയാകുമ്പോ ഇത് തീരുകയും ചെയ്യും. അതിൽ ഞാൻ വേഗം ഇരുന്നിട്ടുള്ള സിനിമ മുഴുവൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടു സിനിമാ പാട്ടുകൾ മുഴുവൻ ഡൗൺലോഡ് ചെയ്ത് അതിങ്ങനെ കേട്ടു തീർത്ത് എന്റെ രാത്രികളെ മുഴുവൻ അത്തരത്തിൽ ഞാൻ ജീവസുറ്റതാക്കി. ഹറാമുകൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഞാനിങ്ങനെ നടന്നു. അല്ലാഹുവേ, എനിക്ക് നീ പുറത്തു തരണേ റബ്ബേ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വൈനുന ഖറജത് മിൻഹാ ദുമൂ മിസല റഅസിൽ ദുബാബ്. ഒരീച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും കണ്ണുനീരൊഴുക്കുന്ന സഹോദരനുണ്ടോ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് അല്ലാഹ്, ഞാൻ അറിയാതെ തെറ്റുകൾ ചെയ്തു പോയ റബ്ബേ, നീ എനിക്ക് മാപ്പാക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരയുന്നതായ മോചനമാണ്, നരകീയ മോചനമാണ്. സൂറത്തു തൗബയിലൂടെ തന്നെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയില്ലയോ? ഇന്നമത്തൗബതു അലല്ലാഹ്, ഇന്നമത്തൗബതു അലല്ലാഹ് ലില്ലദീന ഹത്താ ഇദാ ഹദറ അഹദഹുൽ മൗത് ഖാല ഇന്നി തുബ്തുൽ ആൻ قال إني تبت الآن ولا الذين يموتون وهم كفار أولئك أعتدنا لهم عذابا أليما. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ആരുടെ തൗബയാണ് സ്വീകരിക്കുക? ഈ ദുനിയാവിൽ കണ്ണുകൾ കൊണ്ട് ഹറാം കണ്ടവരെ, അശ്ലീലതകൾ കാതുകൊണ്ട് കേട്ടവരെ, കൈകൊണ്ട് ഹറാമിലേക്ക് പിടിച്ചവരെ, കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നവരെ, സിനിമ കണ്ടവരെ, വ്യഭിചരിച്ചവരെ, ലഹരി നുണഞ്ഞവരെ, പലിശയുമായി ബന്ധപ്പെട്ടവരെ, സിഹറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടിയവരെ, അത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പടച്ചറപ്പിലേക്ക് പാപങ്ങൾ ഏറ്റുപറയുന്നവരെ, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളെ പരിപൂർണമായി ഒഴിവാക്കി മേലിൽ ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരന്നുകൊണ്ട് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് തൗബ ചെയ്യുന്നവരെ, നിന്റെ തൗബയെ അല്ലാഹു സ്വീകരിക്കുമേ എന്ന് വിശുദ്ധ ഖുർആൻ. മറിച്ച് ഈ ദുനിയാവിൽ നീ ലഹരി നുണഞ്ഞവനാണ്, നീ പലിശയുമായി ബന്ധപ്പെട്ടവനാണ്, നീ കല്ല് കുടിച്ചവനാണ്, ലഹരി നുണഞ്ഞവനാണ്, ഹറാമ് ഭുജിച്ചുകൊണ്ട് നടന്നവനാണ്, ഹറാമ് കഴിച്ചുകൊണ്ട് നടന്നവനാണ്, ഹറാമായ രീതിയിൽ കണ്ണുകളെ കൊണ്ടുപോയവനാണ്, അന്യ പെണ്ണിന്റെ ആകാര സൗഷ്ഠവങ്ങൾ കണ്ടവനാണ്, പാതിരാത്രി സമയത്ത് നെറ്റ് കണക്ഷൻ വരുത്തിയിട്ട് ഡബ്ല്യൂടിച്ചുകൊണ്ട് തന്നെ കൂട്ടുകാരറിയാതെ, തന്റെ വീട്ടുകാരറിയാതെ, തന്റെ കുടുംബക്കാരറിയാതെ, തന്റെ സമൂഹം അറിയാതെ അനാവശ്യമാകുന്ന സിനിമകൾ കണ്ടുകൊണ്ട് കഴിഞ്ഞുകൂടിയവരാ. അവൻ അവസാനമായി തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവത്തി നിൽക്കുന്ന സമയത്ത് തൗബ ചെയ്യുകയാണ്. ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത് ഖാല ഇന്നി തുബ്തുൽ ആൻ.
തൊണ്ട കുഴിയിലേക്ക് ആത്മാവത്തി നിൽക്കുന്ന സമയത്ത് നീ തൗബ ചെയ്താൽ അല്ലാഹു നിന്റെ തൗബയെ സ്വീകരിക്കില്ല, അല്ലാഹു നിന്റെ തൗബയെ കബൂലാക്കുകയില്ല.